ഇന്ന് മയക്കുമരുന്നിന്റെ തലസ്ഥാനമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ മുഴുവൻ പിണിയിൽപ്പെടുത്തി മയക്കുമരുന്നിന് ഇരയാക്കിക്കൊണ്ട് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ, നമ്മുടെ കുടുംബ ജീവിതത്തെ മുഴുവൻ തകരാറിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ വ്യക്തമായി പറയും, ഈ ഇളം തലമുറയെ ഗ്രസിച്ചിരിക്കുന്ന ഈ മയക്കുമരുന്നിന്റെ പ്രശ്നമാണ്. നിർഭാഗ്യവശാൽ കേരളത്തിലെ പോലീസും എക്സൈസും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരവസ്ഥ ഇന്ന് ഈ സംസ്ഥാനത്തില്ല. കാരണം അവർക്ക് തന്നെയാണ് അവയർനെസ് ബോധവൽക്കരണ പരിപാടികളുടെ ചുമതല അവർക്ക് തന്നെയാണ് കൊടുത്തത്. അവരതും ചെയ്യുന്നില്ല, എൻഫോഴ്സ്മെന്റും ചെയ്യുന്നില്ല. ഗവൺമെന്റിനോട് ചോദിച്ചാൽ ഗവൺമെന്റ് കുറെ കണക്ക് പറയും. കാരണം 2015 ഇത്ര, 16 ഇത്ര, 19 ഇത്ര, 24 കണക്ക് നോക്കിയാൽ നമുക്കറിയാം ആരെയാ പിടിക്കുന്നത്. അവസാനം ഭരിക്കുന്ന ആളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാൽ അയാൾക്ക് ജാമ്യം കൊടുക്കേണ്ടി വരും. 2 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ പുറത്തിറങ്ങുന്ന ആള് ഒന്നുകൂടി ആ 2 മണിക്കൂർ സ്റ്റേഷനിൽ നിന്നതിന്റെ കൂടെ കൂടുതൽ വഹിക്കും. അല്ലാതെ ഇതിന്റെ ഉറവിടം തേടി സംസ്ഥാനത്തെ പോലീസും എക്സൈസും പോകുന്നില്ല.